നമ്മളെ ചാലിയം ഭാഗത്ത് കടുക്കക്ക് പേര് കേട്ട സ്ഥലത്താണ് ഞാനുള്ളത്. കടുക്ക ബസാർ എന്ന് പറയും. അപ്പോൾ കടുക്ക ബസാറിൽ തന്നെ കടുക്ക എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് എൻ്റെ നേരെ പിന്നിൽ ആണോ. അപ്പോൾ ഇവിടുന്നാണ് കടുക്ക സാധനങ്ങൾ വരുന്നത്. ചാലിയം കടുക്ക ബസാർ അല്ലേ. ഇത് എത്ര മണി മുതൽ ചാലിയം കടുക്ക ഉണ്ടാവും? 5-5:30 ആവുന്ന സമയത്ത്. അത് ശരി ആണോ. അത് ശരി 5 മണി മുതൽ ഇവിടെ കടുക്കട്ടും. ഇവരെല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും ആണല്ലേ. ഒറിജിനൽ കല്ലുമുക്കായ കട്ട് ചെയ്യണ്ട. 5 മണി മുതൽ ഇവരെല്ലാരും ആക്റ്റീവ് ആണ് കേട്ടോ. എല്ലാരും. അതെ. എത്ര മണി വരെ ഉണ്ടാവും അത്? 9 മണി വരെ ഉണ്ടാവും. 10 മണി വരെ ഉണ്ടാവും അല്ലേ. പൊളിച്ച് വെക്കുന്നതല്ലേ. ഇത് വാങ്ങിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും അല്ലേ. ഇവിടെ തന്നെ അല്ലേ നമ്മളെ കോർണറിലേക്ക് വിജയിച്ചിലേക്കൊക്കെ പോകണം. എല്ലാവർക്കും പോണത് ഇവിടുന്നാണ്. നല്ല അടിപൊളി കടുക്ക. കടുക്കുണ്ട്, എരുന്തും ഉണ്ട് അല്ലേ. മുരുവർച്ച ഉണ്ട് അല്ലേ. എരുന്തും ഉണ്ട്, കടുക്കുണ്ട്. അപ്പം ഇനി നമുക്ക് വിജീഷ് ഹോട്ടലിലേക്ക് പോവാം, പിന്നെ കോർണറിലേക്കും പോവാം. ഇവിടുന്ന് കടുക്കെടുത്തിട്ടാണ് നമ്മളെ ഹോട്ടലിലേക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അപ്പോൾ കടുക്ക ബസാർ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു സ്ഥലമാണ് കണ്ടോ. ഇതാ ഇവിടെ കോഴിക്കോട് ചാലിയം കടുക്ക ബസാർ ജംഗ്ഷനിൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അത് ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ നേരെ പോകുന്നത് കോർണറിലേക്ക്. ഇതാണോ മൂത്താറിൻ്റെ തന്നെ കൂടെ. മൂത്താറെ കേറില്ലേ? കേറില്ലേ? അത് കേറ്. വിശക്കുണ്ടോ? 8 മണി കയറി വെക്കാം. ഞാൻ നാസർക്കാന്റെ കിച്ചണിലെത്തി. അപ്പോൾ ഇക്ക പണിയിലെ തിരക്കിലാണോ? കടുക്ക ആയിണ്ട്, കടുക്കയുണ്ട്, നമ്മളെ ബീഫ് ഉണ്ട് അല്ലേ. ഇത് ബീഫ് അല്ലേ. ഇത് വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടോ? ആണല്ലേ. അപ്പൊ റേറ്റിൽ വ്യത്യാസം ഉണ്ടോ? അത് ശരി 350 റുപ്യ അല്ലേ. അല്ല അപ്പൊ നമുക്ക് വാങ്ങിക്കണേല് പ്രൈസിൽ വ്യത്യാസം ഉണ്ടോ? എല്ലാം 2 കണക്കാണ്. അത് ശരി. വില കൂട്ടാൻ പറ്റില്ലല്ലേ. ഇതാണോ സാധനം പൊളിച്ചു വെച്ച സാധനം. ഇത് 1000 റുപ്യയിലേക്കാ? 1000 റുപ്യന്റെ കടുക്ക. 1000 റുപ്യന്റെ കടുക്ക വാങ്ങിയിട്ട് കേൾക്കല മുഖത്തിലവള് വല്ലാത്ത വെച്ചാൽ കേട്ടോ. റേറ്റിൽ മാറ്റമില്ല. 120 റുപ്യക്ക് തന്നെ എല്ലാ കാലവും. വല്ലാത്ത മനുഷ്യൻ തന്നെ കേട്ടോ നിങ്ങള്. 2000 റുപ്യന്റെ അതേതാണ് ഇത്? 2000 റുപ്യന്റെ. ഇത് ഇന്ന് പൊളിച്ച് വാങ്ങിച്ചാ? ഇത് 2000 റുപ്യന്റെ കടുക്കാണ്. അപ്പൊ എത്ര റുപ്യന്റെ കടുക്കാണ് ഒരു ദിവസം വാങ്ങണ നിങ്ങള്? 2000 റുപ്യന്റെ കടുക്ക്. ഈ സാധനം 2000 റുപ്യക്ക് വാങ്ങിച്ചിട്ട് പുള്ളി കൊടുക്കണ 120 റുപ്യക്ക് തന്നെ ഉള്ളാട്ടോ. അപ്പൊ എന്താ നിങ്ങള് റേറ്റ് കൂട്ടാത്തത്? അപ്പൊ ഇനി കടയില് ഇതായി കഴിഞ്ഞാല് കുറയല്ലോ. അപ്പൊ പിന്നെ നമുക്ക് റേറ്റ് കൂട്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആ കടലിൽ ഇളകിയതിന്റെ പേരിലാണ് ഇപ്പൊ ഇതിന് കടുക്കൊക്കെ ഭയങ്കര റേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കണ്ട. അപ്പൊ നമ്മളെ പാർസല് ഇവിടെ എടുത്തുകൊണ്ടിട്ടുണ്ട്. പാർസൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്ത് പോകണം അല്ലേ. ബീച്ചിൽ പോവാ. ബീച്ചിൽ പോയിട്ട് അതെ ബീച്ചിൽ പോയിട്ട് കഴിക്കാം. അപ്പോൾ കോർണറിൽ നിന്ന് ഞങ്ങൾ പാർസൽ വാങ്ങിച്ച് ഞാനും ഉണ്ട് മൂത്താറും ഉണ്ട്. ഞങ്ങൾ ബീച്ചിൽ പോയിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടി പോവാം. നല്ല ആംബിയൻസിൽ അല്ലേ മൂത്താറെ? അടിച്ച് മിന്നു നമ്മൾ. അപ്പോൾ കോർണറിൽ നിന്ന് സാധനം വാങ്ങിച്ച് നീ നെക്സ്റ്റ് കട മൂത്താറ അതാ വെയിറ്റ് ചെയ്യുന്ന അവിടെ. ഡിജീഷ് സോറി അയ്യോ നോ കുട്ടിക്കത്തെ ബസ്. ജിനീഷ് ഹോട്ടൽ ജിനീഷ് അവിടെ കയറാം. ഹോട്ടൽ ജിനീഷിലെ ബാബേട്ടൻ്റെ കടയിലാണുള്ളത്. ഇതാണ് ബാബേട്ടാ കടുക്ക ഫ്രൈ. അതെ ഇതാണ് ബാബേട്ടൻ്റെ കടുക്ക ഫ്രൈ. പച്ചക്കായിട്ട് പറ്റിച്ചാണല്ലേ. സാധനം വാങ്ങിച്ചോ? 120 അല്ലേ. നല്ല പച്ചക്കായിട്ട് പറ്റിച്ച്. കട എത്ര മണിക്ക് ഉണ്ടാവും? 5:30 മുതലുണ്ടാവും. എത്ര മണി വരെ ഉണ്ടാവും? 7 മണി വരെ ഉണ്ടാവും അല്ലേ. രാത്രി 7 മണി വരെ ഉണ്ടാവും. എപ്പോൾ വന്നാലും കടുക്കട്ടും. കടുക്ക ഫ്രൈ ഉണ്ടാവും അല്ലേ. ഇവിടുന്ന് നമ്മളെ കടുക്ക ബസാറിൽ നിന്നല്ലേ കടുക്ക? ഇവിടുന്ന് തന്നെ അല്ലേ.
ഓ, എത്ര വർഷമായി ഇവിടെ കട? 19 കൊല്ലായില്ലേ? ആ, അച്ഛൻ നടത്തിയിട്ട് പിന്നെ അത് ശരി. ഓക്കെ. അപ്പോൾ ബാബുവേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ച് കണ്ടോ, ഇലയായിട്ട് നമ്മൾ പോവുകയാണ് നേരെ ബീച്ചിലേക്ക്. ബീച്ചിൽ പോയിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. മുത്താറ വെയിറ്റ് ചെയ്യാം. നമ്മളെ ബീച്ചിലേക്ക് പോവും ഇലയും കൊണ്ട്. മുത്താറ ബീച്ചിൽ എവിടേക്കാ പോണ്? സ്ഥലമുണ്ടോ? ഏതോ സ്ഥലമുണ്ട് പറഞ്ഞ് കൊണ്ടുപോണ്ട് ചങ്ങായി. ഞാൻ ബീച്ചിലെത്തി. മൂത്താറും ഉണ്ട്, അതായിരിക്കണ. മൂത്താറും ഞാനും ബീച്ചിലെത്തി. എന്നിട്ട് സാധനം ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇത് നമ്മളെ ഹോട്ടൽ ജിനീഷിലെ അല്ലേ? നല്ല സ്മെല്ലുണ്ട്. അല്ലല്ല, ഇത് ജിനീഷ്. ആ, നല്ല അടിപൊളി വൈബിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കും കൂടുതൽ. ടേസ്റ്റൊന്നും നമ്മൾ ഇവിടെ ഇടവില്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ഇതാ പാർസലുണ്ട്, പിന്നെ വാഴയിലുണ്ട്, സെറ്റായിട്ടുണ്ട്. കഴിക്കാം മുത്തറേ. രണ്ടാളും ജിനീഷും ഉണ്ട്, പിന്നെ നമ്മളെ ഇക്ക നാസർഖാൻ്റെ ഹോട്ടൽ കോർണറിൻ്റെ ഉണ്ട്. എന്നാ തട്ടിക്കോ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ജിനീഷ് കേട്ടോ, തോനം നട്ടുന്നില്ല കാരണം അതിലേ. ഓ, ജിനീഷ് ഇത് മറ്റേ കോർണറത്തെ. ആ, ഇക്കാന്റെ നല്ല കളർ വ്യത്യാസം ഉണ്ട് അല്ലേ? ബാബുവേട്ടൻ്റെ അപ്പുറത്തുള്ളതാണ് കേട്ടോ. ബാബുവേട്ടൻ്റെ ഉണ്ട്. കുറച്ചും കൂടെ ഒരു റെഡിൽ കാണുന്നത് നാസർ ഖാൻ്റെ ആണ്, മറ്റേത് ബാബുവേട്ടൻ്റെ. ഓക്കെ, മൂത്താറാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. തന്നെ ഒരു പൊരിച്ചതിരി എടുത്തിട്ടുണ്ട്. ഇത് കോർണർ, ഇത് കോർണർ, ഇത് ജിനീഷ്. അതെ, ഒരു പൊരിച്ചതിരി ഇങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് തന്നെ കോർണർ അത്യാവശ്യം വലിയ കല്ലുമ്മക്കായാന്ന് തോന്നുന്നു കേട്ടോ. ആ, നമ്മൾ വലുത് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. നല്ല വലുപ്പമുള്ള കല്ലുമ്മക്കായാണ് വരുന്നത്. കോർണറത്തെ ഫസ്റ്റ് കോർണറത്തെ കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ മറ്റേ കൂടി കഴിച്ചിട്ട് അഭിപ്രായം പറയണ്ടേ. ഇത് നമ്മളെ ജിനീഷത്ത് പ്രത്യേകം വാഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കട്ടെ, ജിനീഷ് കുറച്ച് സ്പൈസിയാണ്, പക്ഷെ എരിവ് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ട്. പക്ഷെ കുറഞ്ഞ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. അടിപൊളി രണ്ടും ടേസ്റ്റ് ഉണ്ട് അല്ലേ? ടേസ്റ്റ് ഉണ്ട്. ഒന്നിനൊന്നും മെച്ചാണെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ഒന്ന് നെഗറ്റീവ് ഒന്ന് ഇത് പറയേണ്ട ആവശ്യമില്ല. രണ്ട് അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു കഷ്ണമാണ്. ഏതാണ് ബെറ്റർ എന്ന് പറയാ? ഇത് രണ്ടെണ്ണം. ഏതാ ബെറ്റർ എന്ന് പറയാം? ഇത് നമ്മളെ നാസർ ഖാൻ്റെ, ഇത് ബാബുവേട്ടൻ്റെ. ഇത് ഹോട്ടൽ കോർണർ, ഇത് ജിനീഷ്. ആ, എടുത്ത് മറ്റേ കോർണറത്തെ കേട്ടോ എടുത്ത്. ഇതാണ് ജിനീഷ്. അതല്ലേ രണ്ടും. സത്യം പറഞ്ഞാൽ നമ്മളും അതെന്നാ പറയണത്. രണ്ടും ഒന്നിനൊന്നും മെച്ചണ്ടാണ്. രണ്ട് ഹോട്ടലിലെയും സാധനം നമ്മൾ രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് ജിനീഷാണ്, ഇത് നമ്മളെ കോർണർ അല്ലേ? നാസർ ഖാൻ്റെ, ബാബുവേട്ടൻ്റെ, നാസർ ഖാൻ്റെ. അപ്പോൾ നാസർ ഖാൻ്റെ തന്നെ ആദ്യം നോക്കാം. നാസർ ഖാൻ്റെ വലിയ കടുക്കാണ് നമ്മൾ വാങ്ങിച്ചല്ലേ? കടുക്ക ഫ്രൈ. ഓ, നാസർ ഖാൻ്റെ അടിപൊളിയാണ്. ഇത് ഹോട്ടൽ ജിനീഷ്. രണ്ട് ടേസ്റ്റാ. നല്ല രസമുണ്ട്, മോശം പറയാനൊന്നുമില്ല. രണ്ട് വ്യത്യസ്തമായിട്ട് രുചിയാണ്. ഇപ്പം രണ്ടാൾക്കാരും പറഞ്ഞ പോലെ ഒന്ന് മമ്മൂട്ടി ഒന്ന് മോഹൻലാലും അല്ലേ? അതാണ്, ഞാൻ മോശം പറയാനൊന്നുമില്ല. അതൊന്നും സെറ്റാട്ടോ. മുത്തറ കഴിക്കണോ? അടിപൊളിയാ. ഓ, എക്സ്പീരിയൻസ്. നമ്മളിവിടെ വേസ്റ്റ് ഒന്നും ഇടില്ല, എല്ലാം തിരിച്ചു കൊണ്ടുപോകും അല്ലേ മുത്തറ? ഒന്ന് നടക്കാറിങ്ങേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ച് നമ്മളെ കുറച്ച് ടീം വന്നിട്ടുണ്ട് ചാലിയത്തിലുള്ള. അപ്പോൾ അവർ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഉണ്ടോ?
രണ്ടാള് അടിച്ചോണ്ടിരിക്കണം. അപ്പം പത്തിരി തീർന്നു പോയി, അതാ പ്രശ്നം. പത്തിരി കഴിഞ്ഞ് പത്തിരി ഒരു വാങ്ങി വരാമെന്ന് പറയുന്നുണ്ട്. പത്തിരി കിട്ടൂല അവിടുന്ന്, സാധനം കിട്ടും അപ്പുറത്ത് പോയാലും. അടിപൊളി ആംബിയൻസ്. ഇവിടെയൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കാറിഞ്ഞാൽ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇടരുതെന്നുള്ളൂ. നല്ല അറ്റ്മോസ്ഫിയറുള്ള നല്ല സ്ഥലമാണ്. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്, സ്ഥലമൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.